സാറ് വിളിക്കുമ്പോൾ സാറിൻ്റെ പടമാണ്. പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അത്തരം സന്തോഷത്തിലും അത്രയും എന്താ പറയുക, അതിലാണ് ഞാൻ ആ മൊത്തം വർക്ക് തീർത്തത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആസ് എൻ ആക്ട്രസ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് സങ്കടമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പം ഈ റീൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ സ്വയമായിട്ടും കുറേ റീൽസൊക്കെ ചെയ്യുന്നില്ലേ? അതിന് എവിടുന്നാ സമയം കിട്ടുന്നത്? സമയം ഞാൻ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരുപാട് സമയം ഉണ്ട്. അങ്ങനെ അങ്ങനെ എന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഡെയിലി ഷൂട്ട്, ഡെയിലി സംഭവങ്ങൾ, അങ്ങനെ ഒരാളെ അല്ല. വളരെ വിരളം വർക്കുകൾ മാത്രം ചെയ്യുന്നു. വളരെ വിരളം പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നു. എൻ്റെ ഫാമിലി എനിക്ക് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഫാമിലിക്കകത്ത് തന്നെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് എനിക്ക്. മീൻസ് വീടിനകത്ത് തന്നെ ആ സമയം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാതെ പോയ സാധനങ്ങളൊക്കെയാണ് ഈ റീൽസിൽ. നമുക്കൊക്കെ സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ അഭ്രപാളികളിൽ ഇങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും, ഈ സോങ്ങിൽ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ. അപ്പോൾ ആ സ്വപ്നം കാണുന്ന ചില പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡയറക്ടോറിയൽ വിഷനാണത്. ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാൻ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിക്കും കൊള്ളാമല്ലേ, അപ്പോൾ പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കളയാം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, 300, 400, 500, 1000 കമൻസാണ് വരുന്നത്. ആ നല്ല കമൻസ്, വെരി ഗുഡ് കമൻസ് ആണ് ഇൻസ്റ്റയിലും. പൊതുവെ ഫേസ്ബുക്കിൽ ഏറ്റവും മോശകരമായിട്ടുള്ള കമൻസ് വരുന്നത്. ഇൻസ്റ്റയിൽ കുറേ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടീമുണ്ട്. ഭയങ്കര ഫേസ്ബുക്കിലാണെങ്കിൽ ഒത്തിരി സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് നിർത്തി ഇൻ ദ സെൻസ് ഞാൻ ഇല്ല ഫേസ്ബുക്കിൽ. ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റ ത്രൂ ഫേസ്ബുക്കിൽ പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം ബാഡ് കമൻസ് നോക്കിയിട്ട് എനിക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ താല്പര്യമേ ഇല്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമേ നോക്കാറില്ല. ഇടക്കാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നോക്കിയിരുന്നു. കാരണം ആൾക്കാരുടെ ഒരു ഫ്രസ്ട്രേഷനാണ് ആക്ച്വലി ഈ ബാഡ് കമൻസിലൂടെ കൊണ്ടുവരുന്നത്. ഇവളെന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഉറക്കം വരില്ല. അത് എന്താണ് അതിൽ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഒരു ഹേറ്റ്രെഡ്നെസ് സ്പ്രെഡ് ചെയ്തില്ല വെച്ചാൽ ആൾക്ക് അതിപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടാൽ അതിനോട് മോട്ടീവായിട്ട് ഒരുപാട് ആൾക്കാർ ഇത് എന്താണ്, അതിൻ്റെ മുന്നിൽ എന്താണ്, പിന്നിലെന്താണ്, ഈ സാധാരണ തമ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ നോർമലി അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്ത് തമ്പാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അത് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ബിസിനസ് ഇത്. അപ്പം ഈ ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ഇത് ആരാണോ ചെയ്യുന്നത് ആ യൂട്യൂബറിന് വേറൊരു വ്യക്തി പെട്ടെന്ന് ഇത് അട്രാക്റ്റായി ഇത് ഓപ്പണായി നോക്കിയാൽ മാത്രമേ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഓഫ് കോഴ്സ് ആ തമ്പിൻ്റെ സംഭവങ്ങൾ അറിയാമെന്നുള്ള, നമ്മളൊന്നും പറയുന്നത് വേറെ, തമ്പ് വരുന്നത് വേറെ, ആളുകൾ ചിന്തിക്കുന്നത് വേറെ, അത് വെച്ച് മറ്റ് കമൻസുകൾ എഴുതുന്നത് വേറെ. അപ്പോൾ ഇങ്ങനെ പല പെർസെപ്ഷനിലാണ് ആൾക്കാർ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വന്നിരിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, തുറന്നു പറയുന്നു. ചിലവർക്ക് ആ തുറന്നു പറച്ചിലുകൾ ഭയങ്കര പ്രശ്നമായേക്കാം. ചിലവർ പറയുന്നത് വെച്ചാൽ ഇവർ തുറന്നു പറയുന്ന എന്തോ ആകാനുള്ളൊരു ശ്രമത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ എന്താ പറയുക, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ബാഡ് തോട്ടുകളാണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇഗ്നോർ ചെയ്യുക, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടുക. ആൾക്കാർ എഴുതി തളരും, മനസ്സിലായില്ല. ആ ലെവലിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 70% ആൾക്കാർ നല്ല ഇതിലാണ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണ്. ഒരു 30%, ഒരു 20% ആൾക്കാർ ഇങ്ങനെ മോശം കമൻസ് എഴുതുന്നത്. അപ്പം നമുക്കൊരു 70% നല്ല സാധനം കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു പരിസരത്തേക്ക് മൈൻഡിൽ പോലും എടുക്കാറില്ല. ആൾക്കാർ വിഡ്ഢികളാണ്. അങ്ങനെ മോശം ആൾക്കാരെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു 1-2 വർഷം മുമ്പ് ഈ നമ്മുടെ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ ഒരു കവർ പിക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ പിക്ക് വെച്ചിട്ട് സോന നായരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ വീഡിയോ. എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, സോന നായർ ഇപ്പോൾ ചെന്നൈയിൽ തിരക്കിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലല്ല സീരിയൽ ചെയ്യുന്നത്, അതാണ് അവസ്ഥ. അല്ലാതെ അതൊരു ദുരവസ്ഥയല്ല. അല്ല, അത് ഇദ്ദേഹം പറയേണ്ട കാര്യമില്ല, എനിക്കത് അറിയാം. എന്തിനാ തമ്പ് ഇങ്ങനെ കൊടുക്കണേന്ന്. ശരിക്കും ആ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിം കുറേ കൂടി ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ആ അങ്ങനെ ഒരു ബാക്ക്ലെസ് ആയിട്ടുള്ള ഫോട്ടോയുടെ ഉദ്ദേശത്ത് കുറേ കൂടി ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ആ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിം ശരിക്കും ഒരു ഫിലിം വെർത്ത് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു.
കുറെ ഗവൺമെന്റ് ഓൺഡ് തിയേറ്റേഴ്സിൽ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൂര്യകൃഷ്ണമൂർത്തി സാർ അതിനെപ്പറ്റി അരമണിക്കൂറോളം പ്രസംഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും ആ ഫോട്ടോന്റെ അർത്ഥം? ആ ഫോട്ടോ ഷെയർ ചെയ്ത് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഒരു കണക്കിന് മനസ്സിലാവാതെ ഇരിക്കുന്നതാണ് ബെറ്റർ. ഈ മനസ്സിലാക്കിയതോളം മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഞാൻ പറയില്ലേ, അങ്ങേറ്റവും ഇങ്ങേറ്റവും അറിയാതെയാണ് ആൾക്കാർ നമുക്ക് ഭയങ്കരമായിട്ട് കമൻറ്റബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒന്നുകിൽ ഒരു മിനിമം ഒരു ഇതിൽ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്താണ്, എന്തിനായിരുന്നു എന്നൊക്കെ ഉള്ളത്. ആൾക്കാർക്ക് ഞാൻ വിചാരിക്കുകയാണ്, ജനങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇത്രമാത്രം ഇതായിട്ട് എഴുതാൻ മാത്രമോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്നെ ഇവിടെ ടച്ച് ചെയ്യണ സാധനങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അതിലൊന്നും ഞാൻ എന്താ പറയുക, ഒരു തരി പോലും ഞാൻ സങ്കടപ്പെടാറോ ഇല്ലെങ്കിൽ എനിക്ക് എന്നെ മോശമായിട്ട് എഴുത്തുകാർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കേ അറിയുള്ളൂ. എനിക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അത് പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നിസ്സാരം ഓഫ് കോഴ്സ് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അമ്മാതിരി വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കാബാലിക എന്ന് പറയുന്നത് തന്നെ ടെലിഫിലിം കണ്ടു നോക്കി, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയ മൂവിയാണ്. ആ ഷോർട്ട് മൂവി കണ്ടു നോക്കി അതിനകത്ത് ഒരു തരത്തിൽ പോലും ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സീനോ ഒന്നുമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഒരു പോസ്റ്ററായിട്ട് കൊടുക്കുമ്പം കാബാലിക ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സാരിയുടെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയിനൊക്കെ ഇട്ട്. അപ്പം ആ ഒരു ബാക്ക് ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ആ ക്യാരക്ടറിൻ്റെ ലക്ഷണം അതെ. ഒരു ഭയങ്കര ഒരു സെൻഷ്വൽ ഒരു ഫീൽ ചെയ്യാൻ ആയിട്ടാണ് അത് ചെയ്തത്. അപ്പം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കാണുമ്പോഴാണല്ലോ, ഒരു പോസ്റ്റർ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതാണ് സിനിമ, ഇതിലെന്തോ ഉണ്ട്, എന്തോ പറയാതെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടിട്ട് സോന നായർ ഇപ്പം വേറെ പടങ്ങളൊന്നുമില്ല, ഇപ്പം സാരിയൊക്കെ അഴിച്ചു തുടങ്ങി. എന്തൊരു കഷ്ടമാണ്, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം ഓഫ് കോഴ്സ് നരന് ശേഷം നരൻ ഭയങ്കര ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഹിറ്റായപ്പം അതിനെ കിടപിടിക്കുന്ന ഒരുപാട് തരം കുറച്ച് കഥാപാത്രങ്ങൾ എനിക്ക് വന്നു, ഇല്ലെന്നല്ല. പക്ഷേ കാമ്പോജി, ഓഫ് കോഴ്സ് കാമ്പോജി എന്ന് പറയുന്ന അത്, അപ്പം അത് ഓഫ് കോഴ്സ് ആ കഥാപാത്രം നാരായണിയെ കാണണം. ആ കാമ്പോജിയെ നാരായണിയിൽ കണ്ടാലേ നാരായണി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ആൾക്കാർ ചോദിക്കുന്നു, എന്നാൽ പിന്നെ കാമ്പോജിയിൽ ചെയ്തതോ, നരനോട് കൂടി നിർത്തിക്കൂടെ, എന്നാൽ പിന്നെ കാമ്പോജിയിലായതോ, ഇങ്ങനെ ചോദിക്കും. ആ സിനിമ കാണാതെയാണ് ആൾക്കാർ ഓരോന്നും പറയുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നല്ല മധുരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് ഏത് വിധത്തിലും ആകാം, നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട് എന്നറിയുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ നമ്മൾ സ്വമേധ അതിനകത്ത് തലകുലുക്കും, ഓക്കെ ചെയ്യാം. കാരണം അത് നമ്മൾ എന്താ പറയുക, ഒരു വില്ലിങ്നെസ് ആണ്, അത് ഒരു വിൽ പവറാണ് അത് ചെയ്യാന്നുള്ളത് അല്ലേ. ഈ കാമ്പോജിയുടെ കഥാപാത്രം ശരിക്കും ഈ സുഹാസിനി വാനപ്രസ്ഥത്തിലൊക്കെ ചെയ്ത പോലെ അങ്ങനെ കുറച്ച് മനോവ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അത് വളരെ രസമാണ്. അത് ഏകദേശം സെയിം ഡയലോഗ്സും ഉണ്ട് ഏറെക്കുറെ. ശരിക്കും ആ സിനിമ വെളിയിലൊക്കെ കുറേ സ്ഥലത്ത് ഈ കാമ്പോജി ഫിലിം ഫെസ്റ്റിവൽസിന് കുറേ സ്ഥലത്ത് പോയി. അപ്പം ഒരുപാട് പേര് കണ്ടിട്ട് ഡയറക്ടർ വിനോദ് മങ്കയുടെ അടുത്ത് ചോദിച്ചതാണ്, എന്നെ അറിയാത്ത ആൾക്കാർ ശരിക്കും ഈ ക്യാരക്ടർ നാരായണി ചെയ്ത ക്യാരക്ടർ കേരളത്തിൽ ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആർട്ടിസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഓഫ് കോഴ്സ് അത് നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് ഒരു അവാർഡ് ഇങ്ങനെ എടുത്ത് തരുന്നതിനെക്കാട്ടി ഏറ്റവും വലുതല്ലേ ആൾക്കാർ. അപ്പോൾ തന്നെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് നമ്മൾ ഡയറക്ടർ വിളിച്ച് പറയുകയാണ്. ഇപ്പം ഡൽഹിയിൽ ആയിട്ട് എവിടെയും മലയാളികൾ കാണും. അപ്പം എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ ഈ വേറെ ലാംഗ്വേജിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഫെസ്റ്റിവലിന് വരുന്നതൊക്കെ. അപ്പോൾ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ചോദിക്കുക എന്നൊക്കെ പറയുന്നത്, ഡയറക്ടർ അത് എന്നെ വിളിച്ച് പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും കൊട്ടിഘോഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്നിൽ നാരായണിക്ക് കിട്ടിയ ഒരു അവാർഡും എന്നിൽ നാരായണിയെ എടുത്ത എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് അല്ലേ. അതിങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എൻ്റെ വിനോദം ഭയങ്കര ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയത്തില്ലായിരുന്നു, ഇത് ഈ ഒരു ട്രാക്കിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.